കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് എടുക്കാം. അത് നമുക്ക് കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു പഴയ ടിന്നെടുക്കുക. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക. എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2-3 സാധനങ്ങൾ ചേർക്കാനായിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് ചേർക്കേണ്ടത് ഹാർപ്പിക്കാണ്. അപ്പം സ്വല്പം ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ. പിന്നെ വേണ്ടത് പാറ്റാ ഗുളിക. അപ്പോൾ ഹാർപ്പിക്ക്, പാറ്റാ ഗുളിക, ഒരു സ്വല്പം സോപ്പ് പൊടി ഉണ്ടോ, ഒരു സ്വല്പം മാത്രം മതി, ഒരു സ്പൂൺ അളവിൽ മാത്രം മതി. അപ്പോൾ ഇത് 3 നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റീവാണ്. കാരണം പല്ലിയും എലിയും എല്ലാം നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് തുരത്താനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം 2 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 സ്പൂൺ അളവിൽ ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാറ്റാ ഗുളിക ചതച്ച് ചേർക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു സ്വല്പം സോപ്പ് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. സോപ്പ് പൊടി ഹാർപ്പിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാറ്റാ ഗുളിക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. പാറ്റാ ഗുളിക പൊടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇടികല്ലിൻ്റെ ഇത് കുഴവി വെച്ചിട്ട് നമുക്ക് ഒന്ന് പേപ്പറിനകത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്താൽ മതി. ഒന്നിപ്പോൾ ഇതേപോലെ പേപ്പറിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊന്ന് ചതച്ച് കൊടുക്കാം. ഈ വെള്ളത്തിനകത്തിട്ട് ഇതും ഹാർപ്പിക്കും അതേപോലെ തന്നെ സോപ്പ് പൊടിയും കൂടെ ചേരുമ്പോഴത്തേനും ഇതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആകും കേട്ടോ. എലിയാണേലും പല്ലിയാണേലും ഒക്കെ കുടിച്ചിട്ട് അതിൻ്റെ വയറൊക്കെ പ്രശ്നമാകും. അപ്പോൾ അത് ചത്തുപോവുകയും ചെയ്യും കേട്ടോ. അത് പോയി മാളത്തിനകത്തോട്ട് പോയിരുന്നത് അവിടെ ഇരുന്ന് ചത്തോളും. അല്ല വീട്ടിൻ്റെ പരിസരത്തൊന്നും കിടക്കത്തില്ല. ഇത് കഴിച്ചാൽ അത് വെപ്രാളം പിടിച്ച് ഓടിക്കോളും കേട്ടോ. ഭയങ്കര ഒരു എഫക്റ്റാണ്. അപ്പോൾ നമുക്കിനി പാറ്റാ ഗുളികയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കണം. കാരണം പാറ്റാ ഗുളിക 1 മാത്രമേ ചേർത്തിട്ടുള്ളൂ. 2 എടുക്കണം. ഹാർപ്പിക്കിൻ്റെ അളവ് കൂട്ടണം, സോപ്പ് പൊടിയുടെ അളവ് കൂട്ടണം. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ അളവ് കൂട്ടണം. ഇപ്പം ഞാൻ ഏകദേശം 2 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളൂ. അതിനാണ് ഇത്രയും ചേർത്തത് കേട്ടോ. ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടോ ഇതേപോലത്തെ ഒരു കുപ്പിയിൽ അടപ്പിനകത്ത് ഹോളിട്ടിട്ട് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഈ എലിയൊക്കെ വരുന്ന പൊത്തിനകത്താണേലും എല്ലായിടത്തും ഈ ഒരു സ്പ്രേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലത്തെ ടിന്നിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ, അകത്തൊക്കെ വെക്കുകയാണെങ്കിൽ പല്ലിയൊക്കെ രാത്രി ഇറങ്ങി വരുമല്ലോ. നമ്മൾ കിടന്നതിന് ശേഷമാണ് ഈ പല്ലി പാറ്റ ശല്യമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം ഇറങ്ങി വന്നിട്ട് ഇതെല്ലാം അങ്ങ് നക്കി കുടിച്ചോളൂ കേട്ടോ. എന്നിട്ട് പോയി ചത്തോളും. അപ്പോൾ ആ കിച്ചണിൽ തന്നെ നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് അത് പോയി ചത്തോളും. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ സ്വല്പം മാത്രം നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂക്കി കൊടുക്കാമേ. അപ്പോൾ ആ ഒരു മണം അടിച്ചിട്ട് എലി അതെല്ലാം നക്കി കുടിച്ചോളും. ദാഹത്തിന് പ്രത്യേകിച്ച് അത് വെള്ളം കുടിക്കത്തില്ല. ഇത് തന്നെ കുടിച്ചിട്ട് പോയി അത് ചത്തോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടും അതേപോലെ കിച്ചണിൽ എവിടെയാണ് വരുന്നത് കബോർഡിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അതേപോലെ നമുക്ക് ആ ഒരു വെള്ളം ഇതേപോലെ സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം, വാഷ് ബേസിനകത്ത് ഒഴിച്ചു കൊടുക്കാം.